ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 12th എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് വെയർ ഹൗസിൽ ഒറ്റയ്ക്ക് കുടുങ്ങിക്കിടക്കുന്ന ജിയയെയും കിമ്മിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെ ആകെപ്പാടെ സിഗ്നൽ ഇല്ലാത്തത് കാരണം ജിയ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്കാണെങ്കിൽ നല്ല വിശക്കുന്നുമുണ്ട്, അതിലേറെ തണുക്കുന്നുമുണ്ട്. അതേസമയം കിമ്മിനെ കാണാനായി വരുന്ന സയൻറ്റിസ്റ്റും ലേഡി അസിസ്റ്റൻറ്റും അവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പെട്ടുപോവുകയാണ്. അപ്പോൾ ലേഡി അസിസ്റ്റൻറ്റ് വന്ന് സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അല്പം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഞാനും എവിടെയെങ്കിലും പോയി ആക്സിഡൻ്റ് ആവും. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കിമ്മിന് അഥവാ എന്തെങ്കിലും സത്യമറിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാകും എന്നെല്ലാം പറയുമ്പോഴും ലേഡി അസിസ്റ്റൻറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അതെല്ലാം കേട്ട് ഞാൻ റെസ്റ്റ് എടുക്കാമെന്നെല്ലാം സയൻറ്റിസ്റ്റ് ലേഡി അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. ലേഡി അസിസ്റ്റൻറ്റ് പറഞ്ഞ പ്രകാരം സയൻറ്റിസ്റ്റ് പോയി റെസ്റ്റ് എടുക്കുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോഴാണ് ലേഡി അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും ജിയെ ഇഷ്ടമാണോ? അത് കേൾക്കുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ജിയെ ഇഷ്ടമാണ്. അതെല്ലാം കേട്ട ലേഡി അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ജിയക്ക് താങ്കളെ ഒട്ടും ഇഷ്ടമില്ല, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, അവൾക്കിപ്പോൾ ഇഷ്ടം കിമ്മിനെയാണ്, കിമ്മിനും അവളെ തിരിച്ച് ഇഷ്ടമാണ്, പക്ഷേ ഈ സത്യം അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നെല്ലാം സയൻറ്റിസ്റ്റിനോട് പറയുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അവൾ ആദ്യം എന്നെ വിട്ടുപോയതാണ്, പക്ഷേ ഇനി എപ്പോൾ എൻ്റെ കൂടെ അവൾ തിരിച്ചു വരും എന്നെല്ലാം സയൻറ്റിസ്റ്റ് ഉറപ്പ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ലേഡി അസിസ്റ്റൻറ്റിന് വളരെയധികം വിഷമമാകുന്നുണ്ട്. കാരണം ലേഡി അസിസ്റ്റൻറ്റിന് സയൻറ്റിസ്റ്റിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവിടെ ജെയും കിമ്മും കൂടി അവിടെയെല്ലാം ഒരു കിടക്കാനായി ബെഡ് പോലെയെല്ലാം സെറ്റ് ചെയ്ത് അവരവിടെ നിന്ന് സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയമെല്ലാം കഴിഞ്ഞപ്പോൾ ആ വെയർ ഹൗസിൽ നിന്ന് അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം കിട്ടുന്നുണ്ട്. അതെല്ലാം കണ്ട് ജിയ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം വെയർ ഹൗസിലേക്ക് വരുന്നത് കാരണം ജിയ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ജിയ ഭക്ഷണം കഴിക്കുന്നതെല്ലാം നോക്കിയിരിക്കുകയാണ് കിമ്മിനോട് ജിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചുകൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ കിം തിരിച്ച് മറുപടിയായി പറയുന്നത്, എനിക്ക് നിന്നോട് സംസാരിക്കണം, ഞാൻ പറഞ്ഞ പോലെ നിൻ്റെ പോലത്തെ ആ റോബോട്ടിന് എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. 15 വർഷത്തിന് ശേഷം എനിക്ക് അവളായിരുന്നു ഒരു കൂട്ടായിരുന്നത്. ഇപ്പോൾ അവളില്ലാത്തത് കൊണ്ട് ഞാൻ വളരെയധികം സങ്കടത്തിലാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട് റോബോട്ടിനെ പറ്റി, ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ജിയ പറയുന്നുണ്ട്, സംസാരിച്ചുകൊള്ളൂ, പക്ഷേ ഈ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നാളെ ഇവിടെ വിട്ട് പോകണം, പിന്നെ എന്നെ ഫോളോ ചെയ്ത് വരരുത് എന്നെല്ലാം പറയുമ്പോൾ സങ്കടത്തോടെയാണെങ്കിലും കിം അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് കിം ഓരോ കാര്യങ്ങളെല്ലാം റോബോട്ടിൻ്റെതായി ജിയയോട് പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. അതേസമയം സയൻറ്റിസ്റ്റിൻ്റെ ലാബിലാണെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ 2 അസിസ്റ്റൻറ്റിൻ്റെ കൂടെ സുന്നും കൂടി വന്ന് അവരെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമെല്ലാം ഒരുമിച്ച് കഴിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ നേരെ സയൻറ്റിസ്റ്റിനെ വിളിച്ച് കിമ്മിന് എന്തെങ്കിലും അഥവാ അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെഡിസിൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവിടെ നിന്ന് കിം പറയുന്നുണ്ട് ജിയയോട്, എൻ്റെ ഈ കയ്യിൽ 15 വർഷങ്ങൾക്ക് ശേഷം തൊടുന്നത് എൻ്റെ റോബോട്ടാണ് എന്നെല്ലാം പറയുമ്പോൾ ജിയ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, അതൊന്നുമില്ല, അതെല്ലാം സീക്രട്ടാണ്. പിന്നെ കിം ജിയോട് പറയുന്നുണ്ട്, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവിടെ, മഴയാണ് എന്ന് ചോദിക്കുമ്പോൾ ജിയ പറയുന്നുണ്ട്, അത് മഴയല്ല, ഇവിടെ അടുത്ത് ബീച്ചുണ്ട്, അതിൻ്റെ സൗണ്ടാണ് എന്നെല്ലാം പറയുമ്പോൾ പിന്നെയും കിം മഴയെ പറ്റി പറയുമ്പോൾ ജിയ ചോദിക്കുന്നുണ്ട്, മഴ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അത് കേൾക്കുന്ന കിം പറയുന്നുണ്ട്, മയത്ത് വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് കിസ്. ഇതെല്ലാം കേൾക്കുന്ന ജിയക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. കാരണം ആ ഫസ്റ്റ് കിസ് ചെയ്തത് ജിയ ആണല്ലോ, അതുകൊണ്ട് ജിയക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതേസമയം സയൻറ്റിസ്റ്റ് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴാണ് ലേഡി അസിസ്റ്റൻറ്റിനോട് ചോദിക്കുന്നത്, നിനക്ക് നല്ലൊരു ജോബ് ഓഫർ കിട്ടിയിട്ടും നീ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകാത്തത്? അപ്പോൾ ലേഡി അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നെല്ലാം പറയുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അത് ഫ്യൂച്ചറിൽ നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഞാൻ കൈവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നെല്ലാം ലേഡി അസിസ്റ്റൻറ്റിനോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു.
അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ വെയർ ഹൗസ് എല്ലാം തുറന്നു വരുന്ന ആള് കാണുന്നത് ജിയയും കിമ്മും തോളിൽ ചാരി കിടക്കുന്നതാണ്. ഇവിടെ യൂച്ചോളാണെങ്കിൽ കിമ്മിനെ പറ്റിയുള്ള എല്ലാ വിവരവും ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഹാക്ക് ചെയ്ത് അവന് മനുഷ്യരെ തൊട്ടാൽ അലർജി വരുന്നു എല്ലാ കാര്യവും അറിയുന്നുണ്ട്. അങ്ങനെ അവനൊരു രാക്ഷസന്റെ പോലെയാണ് അവിടെ ഇരുന്ന് ചിരിക്കുന്നത്. അങ്ങനെ സയൻറ്റിസ്റ്റും ലേഡി അസിസ്റ്റൻറ്റും ജിയയുടെ ചേട്ടൻ്റെ അമ്മയുടെ കടയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ജിയ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. കിം ഇവിടെ മേലെയാണ് താമസിക്കുന്നത്. അവൻ ഇതുവരെ ഒരു സത്യവും അറിഞ്ഞിട്ടില്ല, ഇനി അറിയാനും പോകുന്നില്ല. നിങ്ങളിനി അവനെ വിളിച്ചു കൊണ്ടുപോയിക്കോളൂ. ഞാൻ അവനെ കൂടെ ഇപ്പോൾ നല്ല ഫ്രണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഇനി എന്നെ ഫോളോ ചെയ്യില്ല, ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ജിയ സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്. അങ്ങനെ ജിയുടെ ചേട്ടത്തിയുടെ അമ്മയ്ക്ക് എന്തോ ഒരു കോള് വരുന്നത് കാരണം ആരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് കാരണം ജിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ട്സ് പോയതിനു ശേഷം നീ കട പൂട്ടിയേക്ക്, ഞാൻ അവിടേക്ക് പോവുകയാണ്, കട ഇന്ന് തുറക്കണ്ട, അത് ക്ലോസ് ചെയ്തേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം സയൻറ്റിസ്റ്റ് നേരെ മുകളിലേക്ക് വന്ന് കിമ്മിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കിം സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, ആ റോബോട്ടിൻ്റെ അതേപോലെ തന്നെയുണ്ട് ആ പെൺകുട്ടിയെയും കാണാൻ, എല്ലാം കറക്റ്റായിട്ടുണ്ട്. എനിക്ക് റോബോട്ടിൻ്റെയും ആ കുട്ടിയുടെയും പെരുമാറ്റം ഒരുപോലെ തോന്നുന്നുണ്ട്. എനിക്ക് ആ കുട്ടിയെ നല്ലൊരു ഫ്രണ്ടായി കാണാനാണ് തോന്നുന്നത്. എനിക്ക് അവിടെ വിട്ട് ഇപ്പോൾ വരാൻ ഒട്ടും തോന്നുന്നില്ല എന്നെല്ലാം പറയുമ്പോഴും കിമ്മിൻ്റെ അവസ്ഥയോർത്ത് സയൻറ്റിസ്റ്റിന് പാവം തോന്നുന്നുണ്ട് കിമ്മിനോട്. അങ്ങനെ അവിടെ നിന്ന് നേരെ ജിയുടെ അടുത്തേക്ക് പോയി കിം പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ എപ്പോഴും നിൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് ജിയോ. അങ്ങനെ കിം അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് അവിടേക്ക് ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാൻ വരുന്നത് കിം കാണുന്നത്. അവരാണെങ്കിൽ ജിയ പറയുന്നത് ഒന്നും കേൾക്കാതെ അവിടെ ഭക്ഷണമില്ല എന്നെല്ലാം പറഞ്ഞിട്ടും അവിടേക്ക് ഇടിച്ചു കയറി ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തന്നാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കണ്ടു നിൽക്കുന്ന കിം ഓടി വന്ന് അവരോട് പറയുന്നുണ്ട്, ഈ ഭക്ഷണത്തിൻ്റെ എല്ലാം പേര് പറഞ്ഞ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി ഞാൻ ഇപ്പോൾ തന്നെ തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കിമ്മിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ജിയയും ലേഡി അസിസ്റ്റൻറ്റും സയൻറ്റിസ്റ്റും എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാനായി പോകുന്നുണ്ട്. അന്നേരം യൂച്ചോൾ നേരെ കിമ്മൻ്റെ സെക്രട്ടറിയായ ജിയുടെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, ആ റോബോട്ടിനെ മോഡലായിരുന്നത് നിങ്ങളുടെ അനുജത്തി ജി ആയിരുന്നുവല്ലേ, പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലേ ജിയാണ് അത് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് യൂച്ചോൾ ചിരിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കിമ്മ് കാണാതെ ജിയ കിച്ചണിൽ നിന്ന് എങ്ങനെയൊക്കെയോ കിമ്മ് കൊടുത്ത മാല എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോൾ ഇവർ 4 പേര് കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതുവരെ ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച കിമ്മിൻ്റെ ഭക്ഷണം ഇപ്പോൾ ജിയ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ജിയ വളരെയധികം സന്തോഷവതിയുമാണ്. അങ്ങനെ ജിയ ടേസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാത്തത് കാണുന്ന കിം ചോദിക്കുന്നുണ്ട്, എന്തേ ഭക്ഷണം ടേസ്റ്റ് ഇല്ലേ? അപ്പോൾ ജിയ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായും അവസാനമായും കഴിച്ച ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം ഇതാണ് എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതേസമയം ജിയോയുടെ ചേട്ടൻ കിമ്മിനോട് കള്ളം പറഞ്ഞെന്ന് ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന അവസ്ഥയിൽ കിമ്മിനെ തന്നെ നേരിട്ട് വിളിച്ചു പറയുമ്പോൾ കിം വേഗം ഇപ്പോൾ ഞാൻ ബിസിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് കോളെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ആ ന്യൂസ് എല്ലാം അറിഞ്ഞ യൂച്ചോളാണെങ്കിൽ നേരെ യൂച്ചോളിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇന്നലെ കിം എന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതല്ലേ, കിമ്മിനെ പുറത്താക്കാനുള്ള ഒരു വഴി കിട്ടിയിട്ടുണ്ട്. കിമ്മിന് മനുഷ്യരെ തൊടാൻ പറ്റില്ല, കാരണം അവർക്ക് മനുഷ്യർ അലർജിയാണ്. പിന്നെ അവനെ ഇതുവരെ പറ്റിച്ചു കൊണ്ടിരുന്ന ടീമായിരുന്നു സാന്താ മരിയ ടീം എന്നെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് യൂച്ചോളിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് നാളത്തെ ബോർഡ് മീറ്റിങ്ങിൽ എല്ലാവരോടും പറയണം. അങ്ങനെ അവർ രണ്ടും എന്തൊക്കെയോ പ്ലാൻ ആക്കുന്നുണ്ട്. ഇവിടെ ലബോറട്ടറിയിൽ 2 സയൻറ്റിസ്റ്റിനും മനസ്സിലാകുന്നുണ്ട് കിമ്മിൻ്റെ ഫയലാണ് വൈറസ് കാരണം ഹാക്കാക്കിയത് എന്നെല്ലാം അവർ എന്നിട്ട് ഒരുപാട് പേടിക്കുന്നുമുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിമ്മും സയൻറ്റിസ്റ്റും കൂടി അവിടെ ഇരുന്ന എല്ലാ പാത്രങ്ങളും വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജിയക്ക്. അതേസമയം ജിയയും ലേഡി അസിസ്റ്റൻറ്റും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ്. ജിയ പറയുന്നുണ്ട്, എല്ലാ സത്യവും കിമ്മിനോട് തുറന്നു പറഞ്ഞ് അവനും ഞാനും സന്തോഷമായുള്ളൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്,
പക്ഷേ അത് ഒരിക്കലും നടക്കാത്ത ഒന്നാണ്, അതെൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം ജിയ ലേഡി അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. അങ്ങനെ കിം അവിടെ നിന്ന് പോവുകയാണ്. കിം ജിയോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാം മറന്ന് ഇപ്പോൾ ഞാൻ നിൻ്റെ നല്ലൊരു ഫ്രണ്ടായി മാറിയിട്ടുണ്ട്, ഇനി നമ്മൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാകാം എന്നെല്ലാം പറഞ്ഞ് കിം പറയുന്നുണ്ട്. ഇനി ഞാൻ നിന്നെ ഫോളോ ചെയ്തു വരില്ല, പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഞാൻ നിന്നെ അങ്ങനെയൊന്നും വിടില്ല എന്നെല്ലാം പറഞ്ഞ് കിം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ സയൻറ്റിസ്റ്റും ലേഡി അസിസ്റ്റൻറ്റും കൂടി അവർക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ഭക്ഷണമെല്ലാം വാങ്ങി വരുമ്പോൾ കിം പറയുന്നുണ്ട്, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളാം. അങ്ങനെ കിമ്മിന് ഭക്ഷണം കൊടുക്കാനായി സയൻറ്റിസ്റ്റ് വണ്ടി തുറന്നു നോക്കുമ്പോഴാണ് കിം അവിടെ ഇല്ലാതിരുന്നത് സയൻറ്റിസ്റ്റ് അറിയുന്നത്. കിം ആണെങ്കിൽ അവിടെ നിന്ന് നേരെ പോകുന്നത് ജിയെ കാണാനായിരുന്നു. പക്ഷേ ജിയ അപ്പോഴത്തേക്കും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ജിയ ആണെങ്കിൽ കിമ്മിനോട് ഇങ്ങനെയെല്ലാം പെരുമാറിയതും അതെല്ലാം ആലോചിച്ച് അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷേ ജിയക്കറിയില്ലായിരുന്നു അവളുടെ ബാക്കിൽ തന്നെ കിം ഉണ്ടായിരുന്നത്. അതേസമയം കിം ആണെങ്കിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം വീണ്ടും ജിയയെ കണ്ടതിൽ അവൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ അവനെ കണ്ട ജിയ ഒട്ടും തന്നെ സന്തോഷിച്ചിരുന്നില്ലായിരുന്നു. കാരണം ജിയയുടെ കഴുത്തിൽ കിം കൊടുത്ത ആ ചെയിൻ ജിയ ഇട്ടിരുന്നു. അത് നേരെ അവൾ പൊത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് നോക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും കിം അതെല്ലാം കണ്ടിരുന്നു. കിം വിചാരിക്കുന്നുണ്ട്, അപ്പോൾ റോബോട്ടാണെന്ന് പറഞ്ഞ് ഇവളായിരുന്നില്ലേ വന്നത്. ഇതെല്ലാം കിമ്മിന് ആദ്യമേ സംശയം തോന്നിയിരുന്നു. പക്ഷേ കിമ്മിന് ആ അസുഖം വരാത്തത് കാരണം കിം അതൊന്നും ചിന്തിച്ചില്ലായിരുന്നു. അങ്ങനെ കിമ്മിനെ ഇവരെല്ലാം വഞ്ചിച്ചതിൽ കിമ്മിന് ഒരുപാട് സങ്കടമാണ് അന്നേരം തോന്നുന്നത്. അങ്ങനെ കിം ചതിക്കപ്പെട്ടു എന്നോർത്ത് കിം വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കിമ്മിന് ആ അസുഖം വീണ്ടും തന്നെ വരുന്നത്. കൈയാകെ റാഷസ് എല്ലാം പൊന്തി വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 12th എപ്പിസോഡിലുള്ളത്.